ഡോക്ടർ മേരി ജോർജ് മാഡം, എൻ്റെ കൈവശമിരിക്കുന്ന ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പാക്കറ്റ് ഇന്നലെ തിരുവനന്തപുരത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പാക്കറ്റ് വാങ്ങാറുള്ളൂ. ഇന്നലെ ഈ കമ്പനിയുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി 26-ാം തീയതി വരെ ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇത് വാങ്ങുന്നത്. വീട്ടിലെത്തി പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് ഇതിൽ മിക്കതിലും പൂപ്പൽ. ഇതിൻ്റെ വീഡിയോ ദൃശ്യം ഞാൻ മാഡത്തിന് അയച്ചിട്ടുണ്ട്. മാഡം അത് കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 26-ാം തീയതി വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണ് 24-ാം തീയതി പൂപ്പൽ പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അശ്രദ്ധ കാരണം ഇത് നമ്മളെടുത്ത് ചൂടാക്കി കറിയും കൂട്ടി കഴിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? മാഡം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കാറുള്ളതാണല്ലോ. മാഡത്തിനും ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആപ്പിളിലും അരിയിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അന്നതെല്ലാം മാഡം വീഡിയോ സഹിതം ആളുകൾക്ക് മുന്നിൽ എത്തിച്ചതുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേടായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വിപണിയിലെത്തുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ജനത്തിന് നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടാൻ ഇനി എന്തു ചെയ്യണം? ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. കാരണം പൂപ്പൽ പിടിച്ച ചപ്പാത്തി ആകട്ടെ, മറ്റേത് ഭക്ഷണവുമാകട്ടെ, ചപ്പാത്തി ഇപ്പോൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അതിനി നമ്മൾ ഹാഫ് കുക്ക് ചെയ്താൽ പോലും ഈ പൂപ്പൽ ഇല്ലാതെയാകുന്നില്ല, നശിച്ചു പോകുന്നില്ല. അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ഫുഡ് കൺട്രോൾക്കാർ അവരും ഈ കാര്യത്തിൽ വളരെയധികം ജാഗരൂകരാകേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ബ്രെഡിനകത്ത് പൂപ്പലുണ്ടായാൽ, പൂപ്പൽ ഗൗരവതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷവസ്തുവാണ്. ഈ പൂപ്പൽ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥത്തിൽ കാണുന്ന പൂപ്പലിനെ മൈക്കോടോക്സിൻ ഗണത്തിലാണ് പെടുത്തുന്നത്. അതിൽ തന്നെ വിവിധ രൂപത്തിലുള്ള ടോക്സിൻസ് കാണും. എന്തായാലും ഇത് വളരെ അപകടകരമാണ്. നമുക്കറിയാം, ഈ പൂപ്പിൻ്റെ അപകടം മനസ്സിലാക്കുന്ന കുടുംബിനികൾ അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരായിക്കൊള്ളട്ടെ, ആര് തന്നെയാണെങ്കിലും അങ്ങനെ പൂക്കാൻ അനുവദിക്കില്ല. പൂത്ത് കഴിഞ്ഞാൽ അത് കളയും. അതാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഏതായാലും നിങ്ങളും അത് ഉപയോഗിക്കാതെ കളഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതുമാത്രവുമല്ല, അതിനേക്കാൾ നല്ല കാര്യം, ഇത്തരം വിഷയം കിട്ടിയാൽ നമ്മളത് തീർച്ചയായിട്ടും പൊതുജനത്തെ അറിയിക്കണം, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്കാരെയും അറിയിക്കണം. കാരണം അവരറിഞ്ഞ് പരിശോധന നടത്തിയാലാണ് ഇങ്ങനെയുള്ള കടകളിൽ കയറി പരിശോധിക്കുകയും ഇങ്ങനെ പൂത്തിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റുകയും ചെയ്യും. ഇപ്പം ഇത്രയും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാൾക്കാണ് ഇങ്ങനെ ഒരു ബ്രെഡ് കിട്ടുന്നതെങ്കിലോ സാരമില്ല, അങ്ങ് ചൂടാക്കി അങ്ങ് ഹാഫ് ബേക്ക്ഡ് അല്ലേ, ഇനി അങ്ങ് ബേക്ക് ചെയ്ത് നന്നായിട്ട് അങ്ങ് ബേക്ക് ചെയ്ത് കഴിച്ചു കളയാം എന്ന തീരുമാനത്തിലാകും എത്തുക. അപ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് കൊച്ചു കുട്ടികളെ ആയിരിക്കും. ഇതിനകത്ത് ഈ മൈക്കോടോക്സിൻ്റെ ഒരു രീതിയാണ് അഫ്ലോടോക്സിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് ലിവർ സിറോസിസിന് വരെ കാരണമാകാവുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം ഫുഡ് വിൽക്കാതിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫസെ, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒരു 2 മാസം മുൻപ് കേരളത്തിൽ നടത്തിയ ഒരു പഠനം, ആ പഠനത്തിൻ്റെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിരുന്നു. അത് ഹിന്ദു പത്രത്തിലാണ് ഞാൻ വായിച്ചത്, മറ്റു പത്രങ്ങളിലും വന്നിരുന്നിരിക്കാം. അപ്പോൾ അതെങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്? ഇൻഫോർമൽ ഫുഡ്, അതായത് ഇൻഫോർമലായിട്ട്, അതായത് ഈ രജിസ്റ്റേർഡ് ഫേംസ് അല്ലാതെ ഇൻഫോർമലായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് വിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് വലിയ തോതിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെയാണ്. അപ്പോൾ ടൂറിസം ഒരു കാരണം, പിന്നെ അതുപോലെ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് കേരളത്തിലെ യുവജനതയുടെ ഒരു ഫാഷനായി തീർന്നിരിക്കുന്ന കാലമാണിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരിൽ നിന്ന് ഏത് വിലയ്ക്കും ഭക്ഷണം കൊടുത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണെന്ന് പോലും ശ്രദ്ധിക്കാതെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള രുചി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ ചേർത്തായിരിക്കും പാചകം ചെയ്യുന്നത്. അപ്പം പൂപ്പലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ ആ വ്യത്യസ്തതകളൊന്നും മനസ്സിലാക്കാതെ തന്നെ ഇങ്ങനെ കഴിച്ചു പോകുന്നവർ കഴിച്ചു പോകും. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് ഈ ലിവർ സിറോസിസിലേക്ക് വരെ നയിക്കുന്ന
അഫ്ലോടോക്സിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് ഒരു ദിവസത്തെ ഭക്ഷണം കൊണ്ട് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മളെ വലിയ അപകടങ്ങളിലേക്ക് നമ്മുടെ ആരോഗ്യ സ്ഥിതിയെ തള്ളിവിടാവുന്ന തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഈ ഇൻഫോർമൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വലിയ തോതിൽ വിൽക്കപ്പെടുന്നുണ്ട്. അത് കേരളം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു ഇഷ്യൂ ആണ് എന്ന് തന്നെയാണ് ഫസയുടെ റിപ്പോർട്ടിൽ അന്ന് ഹിന്ദുവിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തന്നെ നേരിട്ട് ജമേഷ് പറഞ്ഞതുപോലെ അതന്ന് അരിയായിരുന്നു. പവിഴം ചാക്കിൽ നിന്ന് തൂക്കി വാങ്ങിച്ച അരി, അതിലായിരുന്നു അന്ന് അപകടം ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വിങ് വന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ, അതായത് എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ 10 കിലോ അരി വാങ്ങിച്ചാൽ തീരാൻ കുറേ ദിവസം എടുക്കും. 5 കിലോ പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല, 10 കിലോ പാക്കറ്റും ഉണ്ടായിരുന്നില്ല. 50 കിലോ പാക്കറ്റ് വാങ്ങിച്ചാൽ അത് ഒരു വർഷം നിൽക്കും. അതുകൊണ്ടാണ് 50 കിലോ പാക്കറ്റിലിരുന്ന അരി തൂക്കി വാങ്ങിച്ചത്. അവിടെയാണ് അപകടം പറ്റിയത് എന്ന് വെച്ചാൽ പവിഴം കമ്പനിയുടെ തെറ്റല്ലായിരുന്നു അത്. പവിഴംകാർ വിറ്റ അരി തീർന്നു കഴിഞ്ഞപ്പോൾ ആ ചാക്കിലേക്ക് കളറ് കയറ്റിയ അരി ഇടുകയായിരുന്നു വിൽപ്പനക്കാരൻ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അത് പിടിച്ചത്. അതേതായാലും അന്ന് തന്നെ ഞാനിങ്ങനെ ഇതിൻ്റെ വേണ്ട ശ്രദ്ധ ചെലുത്തിയിൽ മിസ്റ്റർ ജമേഷിനറിയാം, നമ്മൾ ഒന്നിച്ചാണ് ആ വീഡിയോ ചെയ്തത്. ഇത് ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് വാൺ ചെയ്തിരുന്നു. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വിങ് കേരളത്തിലെ ഉടനെ തന്നെ വരികയും ആ കടയിൽ നിന്ന് അരി ശേഖരിക്കുകയും ചെയ്തു. ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ കണ്ടെത്തി അത് ശരിയായ അരി അല്ല എന്ന്. അപ്പം അങ്ങനെ ശരിയായ അരി എന്ന് വെച്ചാൽ ശരിയായ പവിഴമരിയുടെ പാക്കറ്റിൽ തെറ്റായ അരി, കളറ് കയറ്റിയ തെറ്റായ അരി. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ റേഷൻ കടകളിലൊക്കെ 30 കിലോ അരിയൊക്കെ കിട്ടുന്ന, മഞ്ഞക്കാർക്കൊക്കെ കിട്ടുന്ന അരി 30 കിലോ അരി കേരളത്തിലെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി അനുസരിച്ച് ഒരു കുടുംബത്തിൽ 30 കിലോ അരിയൊന്നും ഒരു വ്യക്തിക്ക്, അതായത് ഇപ്പോൾ എന്ന് വെച്ചാൽ 3 പേരുള്ള ഒരു വീടാണെങ്കിൽ 90 കിലോ അരിയാണ് കിട്ടുക. അങ്ങനെയൊന്നും ഒരിക്കലും ചിലവാകില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള അരി മുഴുവനും പുറത്ത് വിൽക്കുന്നു. ആ അരിയാണ് ചെമ്പാവരിയാകുന്ന തക്ക രീതിയിൽ കളറ് കയറ്റി വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് പവിഴമരിയുടെ ചാക്കിൽ കയറ്റിയിരുന്നത്. അങ്ങനെ ആ അരിയിലാണ് പിടിക്കപ്പെട്ടത്. അപ്പം അത് പിടിക്കപ്പെട്ടപ്പോൾ അവസാനം മനസ്സിലായി ശരിക്കും പവിഴമരിയുടെ ചാക്കിലെ അരിയിൽ പ്രശ്നങ്ങളില്ല. ഈ ലൂസ് ചാക്കിലെ അരി കയറ്റിയത് പവിഴംകാർ അറിഞ്ഞല്ല. പവിഴംകാർ ഏതാനും വർഷങ്ങളായിട്ട് വിജിലൻസിനെ കൊണ്ടൊന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അന്നാണ് കണ്ടുപിടിച്ചത്. പക്ഷേ അന്നും തീർന്നിട്ടില്ല. പിന്നീടൊരിക്കൽ ഞാൻ കടപ്പുറത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ വനിതകൾ എന്നോട് പറയുകയുണ്ടായി, അവർ വാങ്ങിക്കുന്ന അരിയെ, ലൂസ് അരി മേടിക്കുന്നത്, ഏത് കമ്പനിയുടെ അരി മേടിച്ചാലും അതിലെ പശ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന്. അന്ന് പവിഴമരി കണ്ടെത്താൻ കാരണവും ഈ പശ കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ വിഷാംശമുള്ള കെമിക്കൽസൊക്കെ ചേർത്താണ് അരിയും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂപ്പ് കയറിയ ചപ്പാത്തി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റി വേരിയേഷൻ വരുന്നത്? പൂപ്പ് പിടിച്ച ചപ്പാത്തി പാക്കറ്റിൽ കിട്ടുന്നു എന്ന് വച്ചാൽ അത് വലിയ അപകടത്തിലേക്കാണ് കൈ ചൂണ്ടുന്നത്. ഇവിടെയാണ് ഫസൈ, ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ നാം സൂക്ഷിക്കേണ്ടത്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഇൻഫോർമൽ സെക്ടറിലെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഭക്ഷണം നൽകുന്ന വഴിയോര കച്ചവടക്കാരെയാണ് അധികം ഉദ്ദേശിക്കുന്നത്. വഴിയോര കച്ചവടക്കാരെ പോലെ തന്നെ വീട്ടിലൊക്കെ പാചകം ചെയ്ത് വിൽപ്പനയ്ക്ക് വേണ്ടി വഴിയോരത്തെത്തിക്കുന്നവരും ഒക്കെ അതിനകത്ത് പെടും. അത്തരം ഭക്ഷണത്തിൽ അപകട സാധ്യത ഒരുപാടുണ്ട്. ഈ മൈക്കോടോക്സിൻ്റെ സാധ്യതകൾ വളരെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പഠനത്തിൽ തന്നെ ഫസൈ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമാണ് അഫ്ലോടോക്സിൻ. പാലിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ഡൽഹിയിൽ ഇവിടങ്ങളിൽ വിൽക്കപ്പെടുന്ന പാലിൽ അഫ്ലോടോക്സിൻ്റെ അംശം വളരെ കൂടുതലായിട്ട് കാണുന്നു
എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഫ്ലോടോക്സിൻ്റെ അംശം കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഫ്ലോടോക്സിൻ്റെ സാമീപ്യം കൊണ്ട് ആയിരിക്കണം പാല് ഉറയൊഴിച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ മിൽമ പാൽ ഉറയൊഴിച്ചാൽ അത് ഉറ കൂടാൻ വലിയ ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാലും പല തരത്തിൽ നമ്മൾ ശ്രമിച്ചാലും അത് ഉറ കൂടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഉറ കൂടിയാൽ തന്നെ ആ തൈരിന് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് വരുന്നു പലപ്പോഴും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് അഫ്ലോടോക്സിൻ്റെ അംശം നമ്മുടെ മിൽമ പാലിൽ വലിയ തോതിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതും കേരളത്തിൻ്റെ ഫുഡ് ക്വാളിറ്റി നിയന്ത്രിക്കേണ്ട വിഭാഗം മിൽമയുടെ പാലിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റതുപോലെ ചപ്പാത്തി, മോഡേൺ ബ്രെഡിൻ്റെ ചപ്പാത്തി, ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇൻഫോർമൽ സെക്ടറിൽ അനുദിനം വിറ്റ് പോകുന്ന ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ പല കേസസും ഒരുപക്ഷെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്കാർ മറന്നിട്ടുണ്ടാകും. വിഴിഞ്ഞം ഭാഗത്ത് ആണ് മീൻമുട്ട കഴിച്ച് മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഫിഷ് കഴിച്ച് രോഗം ബാധിച്ചവരുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു സർവ്വസാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ഏത് തരത്തിലൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫിഷാണ്, ഒഡീഷ തൊട്ട് കടന്നു വരുന്ന ഫിഷായിരിക്കാം, അത് പല സ്റ്റേജിൽ വെച്ച് പല തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫിഷായിരിക്കാം നമുക്ക് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനി കച്ചവടക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരുന്ന് തന്നെ എന്തുമാത്രം കണ്ടാമിനേറ്റഡ് ആകുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം ഫുഡൊക്കെയാണ് ഈ ഇൻഫോർമൽ റെസ്റ്റോറൻറ്റ്സ് വഴിയൊക്കെ കഴിക്കുന്നത്. അത് നമ്മുടെ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഫുഡ് സെക്യൂരിറ്റിക്കാർ ഓർക്കണം, കേരളത്തിലെ ഒരു നല്ല വരുമാന സ്രോതസ്സാണ് ടൂറിസം മേഖല. പക്ഷേ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് മരണപ്പെടുന്നു അല്ലെങ്കിൽ ലിവർ പോകുന്നു എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നാൽ ഇവിടുത്തെ ടൂറിസം വ്യവസായം തന്നെ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണം. അത് മാത്രവുമല്ല, ദിവസം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ എല്ലാവരും പ്രധാനമായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് പാല്. അപ്പോൾ ആ പാലിൽ തന്നെ അഫ്ലോടോക്സിൻ്റെ അംശം അത് എവിടെ നിന്ന് വരുന്നു? അത് അതിന് കൊടുക്കുന്ന ഫീഡ്സ്, പശുവിന് കൊടുക്കുന്ന ഫീഡ്സിനകത്ത് പൂപ്പൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വഴിയായിട്ട് അഫ്ലോടോക്സിൻ വരാം. അപ്പോൾ അങ്ങനെ പല വിധത്തിലാണ് ഈ പറയപ്പെട്ട വിഷവസ്തുക്കൾ ഫുഡിൽ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇത് ഫുഡ് സെക്യൂരിറ്റി വകുപ്പ് വളരെ കർശനമായ മേൽനോട്ടം വഹിക്കുകയും ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ജമേഷും ഞങ്ങളും കൂടെ ഈ പറയപ്പെട്ട ഇത് വീഡിയോയിൽ എടുത്തു വെച്ചിരിക്കുക, ഇതും കൊണ്ട് കോടതിയിൽ പോകുമെന്നുള്ള കാര്യം സവിനയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പുകാരോട്.